ഹായ്, എസ് വി അരുളലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിവില്ലാതെ ഇന്നലെ അദ്ദേഹത്തിന്റെ പൊതുയോഗത്തിൽ ഒരു ആഹ്വാനം നടത്തി. അതായത് അദ്ദേഹം പങ്കെടുത്ത ഒരു ഉദ്ഘാടന പരിപാടി കേരളത്തിലെ ജനങ്ങൾക്ക്, അതായത് കണ്ണൂർ പെരളശ്ശേരിയിലുള്ള കീഴത്തൂർ പാലത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ദൃശ്യമാധ്യമങ്ങൾ ആരും വന്നില്ല. ഒരു നാടിന് ഗുണമാകുന്ന, നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന ഒരു പദ്ധതി, അത് ഏറെക്കാലം ഏകദേശം 4 പതിറ്റാണ്ടോളം ഒരു നാടിന്റെ ആവശ്യമായിരുന്നു. അതിന് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എടുത്ത എഫോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 കോടി രൂപ ചെലവഴിച്ച് പാലം നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വാർത്തയല്ല. അങ്ങനെ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത ഒരു വാചകം കൊണ്ട് കേട്ടെ. ഒരു കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാലത്ത് ഏതൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് ധാരാളം നമ്മുടെ ദൃശ്യമാധ്യമ ക്യാമറകളെ കാണാൻ കഴിയും. ഇത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തു. ഇപ്പോൾ 2ാമത്തെ പരിപാടിയാണിത്. ഇവിടെ ചില ക്യാമറകളുണ്ട്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയാണോ എന്ന് സംശയമാണ്. എന്താണ് അങ്ങനെ ഒരു അവസ്ഥ വരാനിടയായത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന വൻകിട മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായി എങ്ങനെയെല്ലാം തമസ്കരിക്കാനാകും എന്നതാണ്, അത്തരം പ്രവർത്തനങ്ങൾ തമസ്കരിക്കാനാകും, ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റും. ഇനി അഥവാ അറിയിക്കേണ്ടി വന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ മറച്ചുവെച്ച് വക്രീകരിച്ച് തീർത്തും ദുരുപദിഷ്ടമായ ഭാഗം അവതരിപ്പിക്കുക. ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഇവിടെ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗം പേരും മാധ്യമരംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അത് അച്ചടി മാധ്യമമോ ദൃശ്യമാധ്യമമോ അല്ല എന്ന് മാത്രം. നിങ്ങൾ ഭൂരിഭാഗം പേരും ഇടപെടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. ആ ഇടപെടൽ ഇത്തരം ഘട്ടത്തിൽ ത്വരിതപ്പെടുത്താനാവണം. എന്താണോ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളുടെ പരിചയക്കാരിലടക്കം എല്ലാവരിലും എത്തിക്കാനുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകണം. അങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി പറയാൻ സാധിക്കുക എന്നുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ആ കടമ നിർവഹിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 2 പദ്ധതികളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. അതെ, ഉദ്ഘാടന പരിപാടിയിൽ ദൃശ്യമാധ്യമങ്ങളില്ല. അവർക്ക് PR പരിപാടിയിലാണ് താല്പര്യം. പ്രതിപക്ഷ നേതാവ് VD സതീശനെ എങ്ങനെ സർവേയിലൂടെ അടുത്ത മുഖ്യമന്ത്രിയാക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ കൂടുതൽ ജനപിന്തുണ ഉണ്ടാക്കാം, ഇതിനു വേണ്ടി അദ്ദേഹം നമ്മുടെ മുതലാളിക്ക് വേണ്ടത്ര പണം അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന വികസന പ്രവർത്തനമോ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനമോ വാർത്തയല്ല. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മുഖ്യമന്ത്രി ഈ കാര്യം പറഞ്ഞത്. അതായത് അദ്ദേഹം പറഞ്ഞ വാചകം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും ഇത് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. ചില ഓൺലൈൻ ചാനലുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇത് ഇടതുപക്ഷ നേതാക്കന്മാർക്കിടയിലൂടെ ഒരു ചിന്താഗതി ഉണ്ടാക്കേണ്ടതാണ്. ഈ ഇമേജിന്റെ തടവറയിലാണ് ഞാൻ മുമ്പ് ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പലരും ഈ നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും അവരുമായിട്ട് വലിയ ലോഹ്യത്തിലും സൗഹാർദ്ദത്തിലൊക്കെ ആയവരുണ്ട്. അത് വേണ്ടാന്നല്ല, സൗഹാർദ്ദങ്ങൾ ഒഴിവാക്കണമെന്നല്ല. പക്ഷേ എത്ര കാലം ഈ നമ്മുടെ സംവിധാനത്തെ ഇവർ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇപ്പോഴെങ്കിലും മുഖ്യമന്ത്രി ഒരു ആഹ്വാനം ചെയ്തപ്പോൾ ഇടതുപക്ഷ ഹാൻഡിലുള്ളവർ അത് ഏറ്റെടുത്ത് ഒരു വലിയ ദൗത്യമാക്കി വിജയിപ്പിക്കേണ്ടത് ഈ നാടിൻ്റെ കൂടി ആവശ്യമാണ്. കാര്യം ഈ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയില്ല, ഒരു നാടിൻ്റെ ഗുണമുള്ളതാണ്. നിങ്ങൾ വിമർശിക്കുന്നതിനോടൊപ്പം ഈ സർക്കാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇതൊക്കെ അവരിതൊക്കെ വിമർശനം ഉന്നയിച്ചതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇരട്ടത്താപ്പാണ്. അപ്പോൾ മുതലാളിമാർക്ക് എന്തൊക്കെ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നു അതിനനുസരിച്ച് പണം പേ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ ക്യാമറകൾ ഓണാകുന്നു എന്നുള്ളതാണ് അവിടെ തെളിവാകുന്നത്. അതിനപ്പുറത്തേക്ക് ഇവർ എവിടെയെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി വാക്കുകളെ അടർത്തിയെടുക്കുക, ഇതാണ് ഇവരുടെ മറ്റൊരു ലക്ഷ്യം.
അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഓരോ പരിപാടിയിലും ഓരോ ഇടതുപക്ഷക്കാരനും അവരുടെ കയ്യിലിരിക്കുന്ന സെൽഫോണുകൾ ഇന്ന് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞ കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ്. ഇന്ന് ഇവരല്ല തീരുമാനിക്കുന്നത് ആരെന്ത് കാണണമെന്നുള്ളത്. അപ്പോൾ അവരുടെ കാഴ്ചകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് പറയുന്നിടത്ത് ഇതിലെ നേതാക്കന്മാർ കൂടി അത്തരം ചിന്താഗതിയിലേക്ക് എത്തുക. നിങ്ങൾ എത്ര കാലം ഈ പറയുന്നവരിൽ കൂടുതൽ സൗഹാർദ്ദം സൂക്ഷിച്ച് ഇവർ നമുക്ക് അനുകൂലമായിട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ അർപ്പിക്കുന്നത്? ഒപ്പം സൗഹൃദം മാത്രമേ കാണുള്ളൂ. അവരെ സംബന്ധിക്കുന്നിടത്തോളം മുതലാളിയുടെ താല്പര്യപ്രകാരം പോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുകയും അവർ ആഗ്രഹിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭരണം ഇവിടെ കൊണ്ടുവരണമെന്നുള്ളതിന് വേണ്ടി അവർ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരിലേക്ക് വീണ്ടും ആശ്രയിച്ച് പോകാതെ അവരവരാൽ കഴിയുന്ന കാര്യം ഓരോ നേതാക്കന്മാരും അവരവർക്ക് ഓരോ ദിവസവും ഓരോ വിഷയത്തെക്കുറിച്ച് പ്രചരണം നടത്താൻ അവരുടെ ഫേസ്ബുക്ക് ഇടങ്ങളുണ്ട്. എത്ര പേര് ചെയ്യുന്നുണ്ട്? വളരെ കുറച്ച് പേർ. അപ്പോൾ നാട്ടുകാർ മാത്രമല്ല, ബന്ധപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ, എല്ലാത്തരം പാർട്ടി ഘടകങ്ങളിലുള്ളവർ അവരൊക്കെ ഓരോന്നും ഷെയർ ചെയ്ത് നാട്ടുകാരനെ എത്തിക്കാനും അറിയിക്കാനും തയ്യാറായില്ലെങ്കിൽ ഈ സർക്കാർ ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്കപ്പുറം ഈ സർക്കാരിനെ കേന്ദ്രീകരിച്ചുള്ള വിവാദങ്ങൾ മാത്രമേ ജനങ്ങളിലേക്ക് എത്തൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതിപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു ആഹ്വാനം കൊടുത്തതിനെ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. അത്തരം ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാത്തരം മിഷണറികളും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ്. എങ്കിൽ മാത്രമേ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെല്ലാം ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഈ സർക്കാർ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിനെ മറികടക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അതിനെ മറികടക്കാൻ ദൃശ്യമാധ്യമങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കുക, നേരെ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ഒരുമിച്ചങ്ങ് ഇറങ്ങുക എന്നുള്ളതാണ് ആ ഒരൊറ്റ ആഹ്വാനത്തിനോടൊപ്പം ചേർന്ന് നിന്ന് എനിക്കും പറയാനുള്ളത്.